പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, യേശു തൻ്റെ പരസ്യജീവിതകാലത്ത് തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക്, പീഡാസഹന മരണ ഉയിർപ്പ് അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു സത്യം തൻ്റെ അപ്പസ്തോല ഗണത്തിനും ശിക്ഷഗണത്തിനും വെളിപ്പെടുത്തി കൊടുത്തു. അത് താൻ പോകുന്നുവെന്നും മറ്റൊരാൾ വരുന്നു എന്നുള്ള രഹസ്യമായിരുന്നു. ആ കാലഘട്ടമായപ്പോഴേക്ക് അപ്പസ്തോലന്മാർക്ക് യേശുവുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം ഉണ്ടായിക്കഴിഞ്ഞു. യേശുവിൻ്റെ ഒത്തിരി അത്ഭുത പ്രവർത്തനങ്ങൾ അവർ നേരിട്ട് കണ്ടു, അതിന് സാക്ഷികളായി. യേശു വരാനിരിക്കുന്ന മിശിഹ ആണെന്ന് യഹൂദ മതസമുദായത്തിൽ ചിലർക്കൊക്കെ തോന്നിയതുപോലെ ഇവർക്കും തോന്നി. എങ്കിലും അവർ യഥാർത്ഥത്തിലുള്ള യേശുവിൻ്റെ ദൗത്യ നിർവഹണത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക്, അനുഭവത്തിലേക്ക് ഒന്നും വന്നവരായിരുന്നില്ല. കാരണം അവർ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ യേശു പറയുന്ന ദിവ്യരഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ലായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ ക്രമേണ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് പോവുകയാണ്, എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ പോകും എന്ന് പറയുന്നു യേശു. പക്ഷെ അപ്പസ്തോലന്മാർ എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുന്നില്ല. ഈ പോകുമെന്നുള്ളതിനെക്കുറിച്ച്, കടന്നു പോകലിനെക്കുറിച്ച്, യേശു പറയുന്നതിനെക്കുറിച്ച് അവർക്കൊന്നും ഗ്രഹിക്കാൻ സാധിച്ചില്ലെങ്കിലും അത് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചോദിക്കാനും പറ്റാത്ത ഒരു പ്രത്യേക അവസ്ഥയിലാണ് അവർ. അതുകൊണ്ട് തന്നെ ഈശോ പറയുകയാണ്, ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. അവരുടെ ഹൃദയം ദുഃഖപൂരിതമാകാൻ കാരണം എന്താണെന്ന് ഈശോ അടുത്ത വചനങ്ങളിൽ പറയുകയാണ്. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. യേശുവിൻ്റെ രക്ഷാകര ബലി അത് ലോകപാപ പരിഹാര ബലിയാണ്. ആദ്യ മാതാപിതാക്കളുടെ അധപതനത്തിൻ്റെ അന്ന് ആരംഭിച്ച മനുഷ്യവർഗത്തിൻ്റെ അടിമത്തത്തിൻ്റെ ചങ്ങല പൊട്ടിക്കുന്ന, ഈ അടിമത്തത്തിൻ്റെ ദുഃഖം തോളിൽ നിന്ന് എടുത്തു മാറ്റുന്ന, വിമോചനത്തിൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കുന്ന സംഭവം, അത് യേശുവിൻ്റെ കുരിശ് മരണമാണ്. മനുഷ്യവർഗത്തെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള യേശുവിൻ്റെ ശുശ്രൂഷയാണ് ആ കുരിശ് മരണം. അതാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ വഴി വെളിപ്പെട്ടത്. യേശു ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ശാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പാപത്തിൻ്റെ നിയമം ശാപത്തിലേക്ക് അവരെ നയിച്ചു, മനുഷ്യവർഗത്തെ നയിച്ചു. ആ ശാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ, പാപഫലമായ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം നടന്നു. ഇതാ യേശു കാൽവരി ബലിയാഗത്തിലൂടെ പിശാചിനെ പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ പിശാചിൻ്റെ ആധിപത്യത്തായിരുന്ന മാനവകുലത്തെ ഈശോ മോചിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രക്ഷാകര ബലി നടന്നു കഴിഞ്ഞ് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാര ബലി പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഈശോ ലോകത്തിലേക്ക് അയക്കുകയുള്ളൂ. പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ രക്ഷാകര ബലിയിലൂടെ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യതയാൽ മനുഷ്യവർഗത്തിൽ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ യേശുവിൻ്റെ കടന്നുപോക്ക് അനിവാര്യമാണെന്ന് ഈശോ പറയുന്നു. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ ചില വേദനയുടെയും സഹനത്തിൻ്റെയും നിമിഷങ്ങളിലേക്ക് നമുക്കൊന്ന് ധ്യാനപൂർവ്വം കടന്നു ചെല്ലാൻ പറ്റും. ചില സഹനങ്ങൾ
ചില നഷ്ടങ്ങൾ, ചില വേദനകൾ ഉപരി നന്മയ്ക്കായിട്ട് ദൈവം അനുവദിക്കും. ഞാൻ ബോംബെയിലായിരുന്ന കാലത്ത്, ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്ത് 1996 മുതലാണ് ഞാൻ ബോംബെയിലായിരുന്നത്. ഏതാണ്ട് ഒരു 98-99 കാലഘട്ടത്തിൽ ഞാൻ എഴുതിയെന്ന് തോന്നുന്നൊരു പാട്ട്, ഉപരി നന്മയ്ക്കായി നാഥൻ നൊമ്പരം നൽകും, നൊമ്പരത്തിന് നേരത്ത് നാഥനെ നോക്കാം, നാഥനോതും തിരുമൊഴികൾ പൂർണ്ണമായി കേൾക്കാൻ, തിരുസവിധയെ കാത്തിരിക്കാൻ നൊമ്പരം വേണം. ചില സഹനങ്ങൾ, ചില കാത്തിരിപ്പുകൾ, അതുപോലെ ചില തകർച്ചകൾ, ചില നഷ്ടങ്ങൾ, ചില വളരെയേറെ വേദനാജനകമായ അനുഭവങ്ങൾ, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സ്വർഗീയ നന്മകൾ പ്രാപിക്കാനുള്ള കാരണങ്ങളായി, അവസരങ്ങളായി മാറും. നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണിത്. ഇപ്പോൾ അമ്മയുടെ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ സ്വീകരിച്ച് അതിനെ ലോകത്തിൽ അവതരിപ്പിക്കാനുള്ള അമ്മയുടെ ആ വലിയ സഹനത്തിൻ്റെ അനുഭവങ്ങൾ ഒരു കുഞ്ഞിനെ കൈ കിട്ടിക്കഴിയുമ്പോൾ ആ സഹനാനുഭവങ്ങൾ മുഴുവനും അപ്രത്യക്ഷമാകും. ലേബർ പെയിനോട് ചേർന്നുള്ള എല്ലാ വേദനകളും അമ്മയൊരു വേദനയായിട്ട് പോലും പരിഗണിക്കാതെ ആ കുഞ്ഞിനെ കാണുമ്പോൾ ഈ കുഞ്ഞിന് വേണ്ടിയുള്ള തൻ്റെ ഉത്തരവാദിത്വ നിർവഹിടത്തിൻ്റെ ഭാഗമായിരുന്നു അത് എന്നുള്ള ചിന്തയിലേക്ക് അമ്മ വന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്, ഈ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് അടുത്ത കുഞ്ഞിനെയും ഇതുപോലെ ഗർഭം ധരിച്ച് അതിനെ പ്രസവിക്കാൻ അമ്മ തയ്യാറാകുന്നുണ്ടല്ലോ. ഒന്നാമത്തെ കുഞ്ഞിനെ നൊമ്പരപ്പെട്ട് ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ച നേരത്തെ നൊമ്പരങ്ങൾ അമ്മ തീർത്തും വെറുക്കുകയോ അത് അസ്വീകാര്യമാണെന്ന് ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയില്ലായിരുന്നു. ഒരു കുഞ്ഞിനെ ലോകത്ത് കിട്ടാൻ വേണ്ടി, ആ കുടുംബത്തിൽ കിട്ടാൻ വേണ്ടി, തനിക്ക് കിട്ടാൻ വേണ്ടി, തന്നിലൂടെ എല്ലാവർക്കും ആ കുഞ്ഞ് സംലഭ്യനാകാൻ വേണ്ടി അമ്മ സഹിക്കുന്ന സഹനങ്ങളെ ആ കിട്ടാൻ പോകുന്ന നേട്ടത്തിന് മുമ്പ് ചെറുതായിട്ടേ അമ്മ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു കുട്ടി വളർന്നു, ഒരു പെൺകുട്ടി വളരുന്ന ഒരു കുടുംബത്തിൽ അവരുടെ കണ്ണിലുണ്ണിയായിട്ട് വളരുകയാണ്. 18, 20, 25 വയസ്സായി. അപ്പനും അമ്മയും സഹോദരങ്ങളടങ്ങുന്ന ആ സന്തോഷമുള്ള കുടുംബത്തിൽ നിന്ന്, വളരെ സ്വാതന്ത്ര്യമുള്ള കുടുംബത്തിൽ നിന്ന് ഇതാ ആ പെൺകുട്ടി, ആ യുവതി പറിച്ച് മറ്റൊരു തോട്ടത്തിൽ നടപ്പെടാൻ പോവുകയാണ്. എത്ര വേദനാജനകമായ അനുഭവമാണെന്ന് അറിയൂ അത്. പല പെൺകുട്ടികളും ഒരു പക്ഷെ അത്ര വേദനയോടെ ആയിരിക്കില്ല അതിനെ എടുക്കുക. കാരണം ഒരു സ്വപ്നമുണ്ട് ആ പെൺകുട്ടിയുടെ മനസ്സിൽ, അല്ലെ യുവതിയുടെ മനസ്സിൽ. ഒരു കുടുംബം, ജീവിത പങ്കാളി, അയാളുമൊത്തുള്ള ജീവിതം, കുഞ്ഞുങ്ങൾ, മറ്റൊരു കുടുംബത്തിൻ്റെ ഉദയത്തിനു വേണ്ടി അവൾ ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് അവൾ വിട പറയുന്നൊരു നിമിഷം. അവൾ പോകണം, അവിടെ നിന്ന് വിട്ടുപോകണം. ആ വിട്ടുപോകലിനെ ഇതുവരെ അനുഭവിച്ചിരുന്ന സുരക്ഷിതത്വത്തിൻ്റെ ആ താവളത്തിൽ ഒതുക്കി നിർത്താതെ വിട്ടുപോകലിനെ ആ യുവതി സ്വീകരിച്ചാലേ അവളുടെ ജീവിതം ഫലമണിയുകയുള്ളൂ. ഈശോ പറഞ്ഞില്ലേ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണമെന്ന്. ഗോതമ്പ് മണി പത്തായപ്പുരയിലോ ഒരു ചാക്കിലോ സുരക്ഷിതമായി എവിടെയെങ്കിലും ഇരുന്നാൽ നനത് തട്ടേണ്ട, ചെളിയിൽ വീഴേണ്ട, പൊട്ടിത്തകരേണ്ട, സുരക്ഷിതമായി എവിടെ ഇരിക്കാം. പുറത്തൊന്നും വീഴുന്നില്ലെങ്കിൽ പക്ഷി കൊത്തി കൊണ്ടുപോവില്ല, ആരും അതിനെ ഉപദ്രവിക്കുകയില്ല. അത് സുരക്ഷിതമായി അവിടെ ഇരുന്നു കൊള്ളും. എന്നാൽ അത് നിലത്ത്, ചെളിയിൽ, മണ്ണിൽ നനവ് തട്ടിക്കിടന്ന് ആ മണ്ണാൽ മൂടപ്പെട്ടും ചവിട്ടപ്പെട്ടും ഒക്കെ കിടന്നിട്ട് അത് പൊട്ടിത്തകരുമ്പോൾ അതിൽ നിന്ന് പുതിയൊരു ഗോതമ്പ് ചെടി പൊട്ടിമുളയ്ക്കില്ലേ? ഒന്നിനു പകരം അനേകം ഗോതമ്പ് മണികൾ വിരിഞ്ഞു വരാൻ കാരണമാകുന്നത് ആ ഒരു ഗോതമ്പ് മണി ഈ നിലത്ത് വീണ് പൊട്ടിത്തകരാൻ സ്വയം വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് വിധേയമാകുന്നത് കൊണ്ടാണ്. അതുപോലെ യേശുവിൻ്റെ സഹന ബലി പരിശുദ്ധാത്മാവിൻ്റെ വരവിന് അനിവാര്യമായിരുന്നു. സഹനമില്ലാതെ എന്തുകൊണ്ട് ദൈവം പരിശുദ്ധാത്മാവിനെ, യേശുവിൻ്റെ സഹനമില്ലാതെ ദൈവപിതാവ് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ലോകത്തിന് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ അവരിൽ നിന്ന് ഏറ്റെടുത്ത് നീക്കിക്കളയാനായിട്ട് ലോകത്തിലൊരു മനുഷ്യനും പറ്റാത്തത് കൊണ്ട് ദൈവം തന്നെ ആ പ്രവൃത്തി, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. എന്ന് മാത്രമല്ല, ദൈവം അത് ഏറ്റെടുക്കുമ്പോൾ മനുഷ്യവർഗത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് താഴ്ന്നിറങ്ങി വന്നിട്ട് മനുഷ്യനായി തീർന്നുകൊണ്ടാണ് അത് ഏറ്റെടുക്കുന്നത്. ഒരു പ്രത്യേക നിമിഷത്തിൽ യേശുവിന് വേണമെങ്കിൽ ഈ ലോകത്തിലേക്ക്
ഇങ്ങനെ ഒരു മനുഷ്യാവതാരത്തിൻ്റെ പ്രത്യേകമായ രൂപഭാവമൊന്നുമില്ലാതെ വേണമെങ്കിൽ മറിച്ച് ചെയ്യാമായിരുന്നു. ദൈവത്തിനത് സാധ്യമാണ്. ജെറമ്യാ 32:27, ഞാൻ സകല മർത്യരുടെയും കർത്താവായ ദൈവമാണ്, എനിക്ക് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ലൂക്ക 1:37, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ലൂക്ക 18:27, മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിന് സാധ്യമായിരുന്നു മറച്ച് ചെയ്യാൻ. പക്ഷേ ദൈവത്വം മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യത്വം സ്വീകരിച്ചു, മനുഷ്യരൂപം ധരിച്ചു. എന്നിട്ട് മനുഷ്യൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത് നീക്കിക്കളഞ്ഞു. അങ്ങനെ പാപത്തിൽ മലിനപ്പെട്ട് കിടക്കുന്ന, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യവർഗത്തിന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് ഈ പാപങ്ങളിൽ നിന്ന് അവരെ ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയ. അതുകൊണ്ടാണ് കാല് കഴുകാനും വേണ്ടി യേശു ഉദ്യമിച്ചപ്പോൾ പത്രോസ് തടഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. അതായത് മനുഷ്യവർഗം മുഴുവനെയും തൻ്റെ തിരുരക്തത്തിൽ കഴുകിയെടുക്കാനുള്ള യേശുവിൻ്റെ ശുശ്രൂഷ ദൗത്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ മഹാവെളിപ്പെടുത്തൽ നിമിഷമായിരുന്നു അത്. യേശുവിൽ കഴുകപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്നവർ, യേശുവിനെ സ്വീകരിക്കുന്നവർ, യേശുവിൽ വസിക്കുന്നവർ, യേശുവിൽ ആയിരിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ആത്മീയ മേഖലയിലുള്ള വലിയൊരു ശുദ്ധീകരണമാണത്. അത് കഴിഞ്ഞാലേ അവർക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുകയുള്ളൂ. കാരണം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധിയുള്ള ഹൃദയവും മനസ്സും ജീവിതക്രമങ്ങളും വേണം. കുറച്ചും കൂടി ഒരു സാധാരണ ജീവിതത്തിൽ ഉദാഹരണം പറഞ്ഞാൽ, അമ്മ മനോഹരമായ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. കൊച്ചിന് വേണ്ടി രുചികരമായൊരു കേക്ക് ഉണ്ടാക്കുന്നു. അമ്മ കൊച്ചിനോട് പറഞ്ഞു, മോളെ നിനക്ക് വേണ്ടിയാണ് കേക്ക് ഉണ്ടാക്കുന്നത്, ഈ രുചികരമായ കേക്ക് കഴിക്കാൻ നീ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിങ്ങ് വരിക. അമ്മ 2 മണിക്കൂർ എടുത്ത് വളരെ പരിശ്രമിച്ച് വളരെ രുചികരമായ, ആരോഗ്യത്തിന് അങ്ങേയറ്റം ഉപകാരപ്രദമായ വിധത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ലൊരു കേക്ക് ഉണ്ടാക്കി. കൊച്ചിന് കേക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി അമ്മ കൊച്ചിൻ്റെ സമയത്തേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത്, ഈ കൊച്ചിൻ്റെ ശരീരം മുഴുവനും ചെളിയാണ്, കൈകളിലും ചെളി, കയ്യിൽ പലതും ഇരിപ്പുണ്ട്, ചെളി നിറഞ്ഞതും രോഗാണുക്കൾ നിറഞ്ഞതുമായ പലതും ഇരിപ്പുണ്ട്. ദേഹം മുഴുവനും കൈകളിലും ഒക്കെ ചെളി നിറഞ്ഞിരിക്കുന്ന, രോഗാണുക്കളുള്ള, ഈ മാലിന്യം നിറഞ്ഞിരിക്കുന്ന ഈ കൊച്ചിനെ അമ്മ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അമ്മ എന്തു ചെയ്യും? അമ്മ ആ കേക്ക് അവിടെ വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഈ ചെളി പുരണ്ട് രോഗാണുക്കളുള്ള, ചെളി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ശരീരമുള്ള കുഞ്ഞിനെ എടുത്ത് കുളിപ്പിക്കും. അമ്മ കൊച്ചിനെ കുളിപ്പിച്ച്, കൊച്ചിനൊറ്റയ്ക്ക് കുളിച്ച് ശുദ്ധിയാകാനായിട്ടുള്ള കഴിവില്ലാത്തത് കൊണ്ട് ആ കൊച്ചിനെ ചെളിക്കകത്ത് നിന്ന് കോരിയെടുക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിലും ചെളി പുരളും. ഈ കൊച്ചിനെ കുളിപ്പിക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിലും ഈ മാലിന്യമൊക്കെ വീണെന്ന് വരാം. പക്ഷെ അമ്മ കൊച്ചിനോടുള്ള സ്നേഹത്താൽ ഈ കൊച്ചു രോഗാണുബാധയാൽ നശിക്കാതെ മരിക്കാതിരിക്കാൻ വേണ്ടി ആ കൊച്ചിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് കൊച്ചിനെ ശുദ്ധീകരിച്ച് വളരെ ശുദ്ധിയുള്ള ശരീരമാക്കി കൊച്ചിൻ്റെ ശരീരം മാറ്റിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കേക്ക് കൊടുക്കുകയുള്ളൂ. ഒരു സാധാരണ ജീവിതവുമായി ബന്ധപ്പെടുത്തി ആർക്കും മനസ്സിലാകുന്ന ഉദാഹരണം ഞാൻ പറയുകയാണ്. ഞാൻ പോകുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. മാത്രമല്ല, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അവനെ അയക്കും. എന്തിനാ പരിശുദ്ധാത്മാവിനെ അയക്കാൻ യേശു പിതാവിൻ്റെ കയ്യിൽ പോകണമെന്ന് പറഞ്ഞത്? ആ കടന്നുപോക്ക് യേശുവിൻ്റെ ബലി പൂർത്തിയാക്കലിനെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്. യേശുവിൻ്റെ പാപപരിഹാര ബലി പൂർത്തിയായാൽ മാത്രമേ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ അടിമത്തം, പിശാചിൻ്റെ മനുഷ്യവർഗത്തിന്മേലുള്ള ആധിപത്യം തകരുകയുള്ളൂ. ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്ന വചനവുമായി ബന്ധപ്പെട്ട് കിടക്കുകയത്. സാത്താനോട് ദൈവം പറഞ്ഞ വാക്കുണ്ട്, നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുതയുളവാക്കും, സ്ത്രീയുടെ സന്തതി നിന്റെ തല ഞെരിക്കും. ഈ സ്ത്രീ എന്ന് പറയുന്ന മാതാവാണ്, സ്ത്രീയുടെ സന്തതി യേശുവാണ്. ആ സന്തതിയായ യേശു സാത്താൻ്റെ തല ഞെരിക്കും. തല എന്നുള്ളതിന് ഹീബ്രു വാക്ക് റോഷ് എന്നൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം അതോറിറ്റി, അധികാരം എന്നാണ്. പിശാചിൻ്റെ അധികാരം ഈശോ തകർക്കും. അങ്ങനെ പിശാചിൻ്റെ അധികാരം തകർത്ത് മാനവകുലത്തെ മോചിപ്പിക്കുന്ന ആ ശുശ്രൂഷയെക്കുറിച്ചാണ് ഈശോ പറയുക, ഞാൻ പോകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശു ക്രിസ്തുവിൻ്റെ ഈ കടന്നുപോക്ക്
മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാര ബലിക്ക് വേണ്ടി ഈശോ സഹിച്ച സഹന ബലി, അതുപോലുള്ള ചില സഹനങ്ങളോട് നമ്മളും കടന്നു പോകേണ്ടി വരും. അങ്ങനെയുള്ള സഹനാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് അതിലൂടെ കിട്ടുന്ന ശുദ്ധീകരണത്തിൻ്റെ ഫലം പിന്നെ അനുഭവിക്കാൻ പറ്റുക. ഇഗ്നേഷ്യസ് ലയോള മുറിവേറ്റ് കിടക്കുമ്പോഴാണ് ഒരു വലിയ ദൈവവിളിയുടെ സ്വരം കേൾക്കാനിട വന്നത്. ആ മുറിവേറ്റ് കിടക്കുന്ന ഇഗ്നേഷ്യസ് ലയോള യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ തീരുമാനിച്ചത് ആ സഹനത്തിൻ്റെ നിമിഷത്തിലാണ്. ലോകത്തിൽ അനേകം വിശുദ്ധാത്മാക്കൾ സഹനത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, തകർച്ചയുടെ, പരാജയത്തിൻ്റെ ഒക്കെ നിമിഷങ്ങളിലൂടെ കൂടുതൽ ദൈവൈക്യത്തിലേക്ക്, കൂടുതൽ നന്മയിലേക്ക്, പരിശുദ്ധാത്മ നിറവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഓരോ സഹന നിമിഷങ്ങളെയും ഈ ഒരു തിരുവചനത്തിൻ്റെ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ സ്വീകരിക്കാൻ സാധിക്കട്ടെ. സഹനം വരും, ദുരിതം വരും, ക്ലേശം വരും, കഷ്ടപ്പാട് വരും. അങ്ങനെ വരുമ്പോൾ ഉടനെ മനസ്സ് മരവിച്ചും മനസ്സ് തളർന്നും മനസ്സിടിഞ്ഞും പെട്ടെന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ ആ നിമിഷത്തിൽ യേശുവിൻ്റെ കാൽവരി ബലിയാഗത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഗദ്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനാ നിമിഷത്തിൽ സാത്താൻ എന്തു ചെയ്തു അതുപോലെ ചെയ്യാൻ അവൻ നമ്മുടെ അടുത്തും വരും. ആ നിമിഷത്തിൽ സാത്താൻ യേശുവിൻ്റെ മുമ്പിൽ സഹനബലിക്ക് വിരുദ്ധമായിട്ടുള്ള ചിന്തകൾ ഉണർത്തിക്കൊണ്ട് കടന്നു വന്നു. പരസ്യയുദ്ധത്തിന് തൊട്ട് മുമ്പ്, പരസ്യയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ചിരുന്നപ്പോൾ അതിൻ്റെ നൊമ്പരങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അവസാനം പരസ്യയുദ്ധത്തിനകം തൊട്ട് മുമ്പ് സാത്താൻ യേശുവിൽ പ്രലോഭനങ്ങളുമായി കടന്നു വന്നു. വചനമയച്ച യേശു സാത്താനെ ഓടിച്ചു. പിന്നെ അവൻ തക്ക സമയം നോക്കിയിരുന്നു, അനുകൂല സമയം നോക്കിയിരുന്നു. ഒരു വേള പത്രോസിലൂടെ വന്ന് ജെറൂസലേമിലേക്ക് പോയുള്ള കാൽവരി ബലിയാഗത്തിൻ്റെ സഹനമൊന്നും വേണ്ടെന്ന് പിശാച് പറയിപ്പിച്ചു. അപ്പം തന്നെ ഈശോ പത്രോസിനെ ശാസിച്ച് അവനുള്ള പിശാചിനെ വെടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഗത്സമേൻ തോട്ടത്തിൽ ഇതാ വീണ്ടും ഒരു വലിയ കഠോരമായ നൊമ്പരത്തിന് നിമിഷത്തിലൂടെ ഈശോ കടന്നുപോയി. അവിടെ ഒരു പ്രലോഭനമുണ്ടായി സാത്താനിൽ നിന്ന്. പക്ഷേ അതെല്ലാം തന്നെ നമ്മളെ ബലപ്പെടുത്താൻ ഈശോ അനുവദിച്ചതാണ്. എന്തിനാണ്? ഇതുപോലുള്ള പ്രലോഭനങ്ങൾ നമ്മൾ കടന്നു പോകേണ്ടി വരും. അതിനെ അതിജീവിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കഠോരമായ നൊമ്പര നിമിഷങ്ങൾ സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല. പക്ഷേ അതിജീവിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമ്മൾ ജ്വലിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ യാചിക്കുകയാണ്. ഞങ്ങളിതുപോലുള്ള ഒരു കടന്നു പോകൽ, ഒരകന്നു പോകൽ, സഹനാനുഭവത്തിലൂടെ കടന്നു പോകൽ, ചില ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളിലൂടെ കടന്നു പോക്ക് ഞങ്ങൾക്കുണ്ടാകും. ഉപരി നന്മയ്ക്ക് വേണ്ടിയാണത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയാണ്. കൂടുതൽ നന്മയുളവാക്കുന്നൊരു വിശുദ്ധ ജീവിതം ഉരുവാക്കാൻ വേണ്ടിയാണ്, അത് ക്രമീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഞങ്ങളെ അങ്ങ് സഹനത്തിലൂടെ കൊണ്ടുപോകുന്നത്. അതെല്ലാം തിരിച്ചറിഞ്ഞ് കൂടുതൽ കൂടുതൽ സഹനാനുഭവത്തിൻ്റെ നിമിഷങ്ങളിൽ അങ്ങയോട് ചേർന്നിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ നിമിഷം ഞാൻ അങ്ങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് രോഗക്കിടക്കയിലും വേദനയിലും കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മാരാരോഗങ്ങളാലും കഠിന വേദനകളാലും വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാനാവാത്ത വിധത്തിലുള്ള രോഗത്തിൻ്റെ പീഡകളാലും സ്വന്തം പാപങ്ങളുടെ കർമ്മദോഷങ്ങളുടെ ഫലമായിട്ടുള്ള സഹനങ്ങളാലും വേദനിച്ച് കിടക്കുന്ന, വേദനിച്ച് കഴിയുന്ന, എങ്ങോട്ട് തിരിയണം എങ്ങോട്ട് പോകണമെന്നറിയാതെ ക്ലേശിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഇപ്പം പ്രാർത്ഥിക്കുന്നത്. മാരാരോഗബാധിതരായ ഓരോരുത്തരിലേക്ക് അങ്ങയുടെ ശക്തി അയക്കണേ കർത്താവേ. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എവിടെയായിരിക്കുന്നു നിങ്ങളെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മുറിയിലോ ഓഫീസിലോ അല്ലെങ്കിൽ രോഗക്കിടക്കയിലോ ആയിരിക്കാം. ഈ നിമിഷം യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് നിങ്ങളുടെ സഹനങ്ങളെ സമർപ്പിക്കുക. സത്യമായി ഇവിടെ ഫലമുണ്ടാകും, സൗഖ്യം നിങ്ങളിലുണ്ടാകും, ശാരീരിക രോഗങ്ങൾ വിട്ടുപോകും, ആത്മാവിൽ വരൾച്ച വിട്ടുപോകും, മനസ്സിലെ ദുഃഖവും ഭാരവും വിട്ടുപോകും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല പൈശാചിക പീഡകളും വിട്ടുപോകട്ടെ, എല്ലാ ദുഃഖദുരിതങ്ങളും വിട്ടുപോകട്ടെ, മനസ്സിൻ്റെ മുറിവുകളെല്ലാം ഉണങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന് അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മകളും വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അശുദ്ധിയും മ്ലേച്ഛതയും വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള ബന്ധ തകർച്ചകളും അവിഹിത ബന്ധങ്ങളും വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞു അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവെള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാ പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരരോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഇപ്പം പ്രാർത്ഥിച്ചത് ഹല്ലേലൂയ പറഞ്ഞാണ്. മുട്ടിന് വേദനയുള്ളവർ മുട്ടുകുത്തി ഹല്ലേലൂയ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ എന്നുള്ളത് മാലാഖമാരുടെ സ്തുതിപ്പാണെന്ന് മാത്രമല്ല, അത് വചനവും കൂടിയാണ്. അപ്പോൾ ആ വചനം ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ എന്ന് 3 തവണ പറയുമ്പോൾ തന്നെ, വചനമേറ്റു പറയുമ്പോൾ തന്നെ ആ വചനത്തിലുള്ള ശക്തി നമുക്ക് കിട്ടും. മാലാഖമാരുടെ സ്തുതിപ്പിനോട് ചേർന്നുള്ള സ്തുതിപ്പായിട്ടത് വരും. ഈ നിൽക്കുന്ന പേരെന്താണ്? മേരി. ചാലക്കുടിയിലാണ് വീട്. 5 വർഷമായിട്ട് മുട്ടുകുത്താൻ പറ്റാത്ത, മുട്ടിന് കാര്യമായി എന്തൊക്കെയായിരുന്നു അസുഖം? മുട്ടിന് എല്ല് തേയ്മാനം, മുട്ടിന്റെ അസ്ഥി തേയ്മാനം മൂലം മുട്ടുകുത്താനേ പറ്റില്ല. സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. മുട്ടുകുത്താൻ പറ്റില്ല. ഇപ്പൊ മുട്ടുകുത്തിക്ക് എഴുന്നേറ്റ്
വീണ്ടും മുട്ടുകുത്തിക്ക്. ഇനി ആ സ്റ്റെപ്പ് ഒന്ന് കയറി ഇറങ്ങിക്ക്. തിരിച്ചു കയറിക്ക്. ഇപ്പൊ വേദന ഒട്ടുമില്ല, പൂർണ്ണമായിട്ട് മാറി. 5 വർഷമായിട്ടുള്ള മുട്ടിൻ്റെ വേദന, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, മുട്ടുകുത്താൻ പറ്റില്ല. ഇപ്പോൾ വചനം അനുസരിച്ച് പ്രാർത്ഥിച്ച നിമിഷം വേദന പൂർണ്ണമായിട്ട് കർത്താവ് എടുത്തു മാറ്റി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന ബാലകൃഷ്ണൻ 97 മുതൽ ഇവിടെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. 10 തവണ കൂടുതൽ ഇവിടെ ധ്യാനിച്ചിട്ടുണ്ട്. ഇപ്പം ഗൾഫിലായിരുന്നു. അയൽവക്കത്തുള്ള ഒരാൾ ഈ സഹോദരൻ്റെ ഈ കവിളത്ത് അടിച്ചിട്ട് വാ തുറക്കാൻ പറ്റുന്നില്ല. അല്ലേ? മൈക്കിലൂടെ പറഞ്ഞു, വാ തുറക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴോ? എല്ലാ വേദനയും മാറി. യേശുവിൽ വിശ്വാസമുള്ള ആളാണ് ബാലകൃഷ്ണൻ. ഇതാ പൂർണ്ണമായിട്ട് വേദന കർത്താവ് എടുത്തുമായിട്ട് സൗഖ്യം നൽകിയിരിക്കുന്ന ഒരു നല്ല കയ്യടി യേശുവിന് കൊടുക്കുക. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന അബ്രാഹം എന്ന സഹോദരൻ, ഇയാളുടെ വീട് എവിടെയാ? ആലപ്പുഴ. 12 വയസ്സുള്ളപ്പോൾ ഇപ്പം 42 വയസ്സായി. 30 വർഷങ്ങൾക്ക് മുമ്പ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മാഞ്ചിയം ചെടിയുടെ കൊമ്പ് ഈ വലത് കണ്ണിൽ കൊണ്ടുകയറി. അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ടോ? അതെയോ? ഇല്ല, നഷ്ടപ്പെട്ടില്ല, മങ്ങലുണ്ടായിരുന്നു. അതുകൊണ്ട് കാഴ്ച മങ്ങിപ്പോയി. വായിക്കാൻ പറ്റില്ലായിരുന്നു. വായിക്കാൻ പറ്റില്ല, മനസ്സിലാകത്തില്ലായിരുന്നു. ഇപ്പം വായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോൾ ഇതൊന്ന് വായിച്ചേ. ഇതൊന്ന് കണ്ണട ഇല്ലാതെ എടുത്ത് വായിച്ചേ. മുതൽ കാൽവരി വരെ ഇപ്പം ഇത് വായിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗം ഒന്ന് വായിച്ചേ. ചെങ്കടൽ തീരത്ത് എനിക്ക് ശേഷം അധികം അക്ഷരം പഠിച്ചിട്ടില്ലാത്ത ആളാണ്. എങ്കിലും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന വായിക്കാൻ സാധിക്കുന്നുണ്ട്. 30 വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽ കണ്ണിന് കാഴ്ച മങ്ങിപ്പോയ അബ്രാഹത്തിന് കർത്താവ് ഇപ്പോൾ ഒരു കണ്ണടയുടെ സഹായം കൂടാതെ വായിക്കാനുള്ള അത്ഭുതകരമായ സൗഖ്യം നൽകിയതിനെ ഓർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.